Buongiorno, benvenuti a tutti. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസിനെ കുറിച്ചാണ്. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. നമുക്കറിയാം പലതരത്തിലുള്ള സെൻറ്റൻസുകളുണ്ടെന്ന്. അഫർമേറ്റീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള സെൻറ്റൻസുകളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. Come stai? Benissimo, grazie. Come stai എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ആർ യു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊമെ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗ. കൊമെ സ്റ്റായ്, ഹൗ ആർ യു. ഇനി ബേനെ, ഓ ബെനീസിമോ, ഗ്രാസിയെ. അപ്പോൾ ബേനെ എന്ന് പറയാം, ബെനീസിമോ എന്ന് പറയാം, മോൾട്ടോ ബേനെ എന്ന് പറയാം, സ്റ്റൊബേനെ എന്ന് പറയാം. അങ്ങനെ ഒത്തിരി മറുപടി നമുക്ക് പറയാവുന്നതാണ്. ബേനെ എന്ന വാക്കിൻ്റെ അർത്ഥം വെൽ, ബെനീസിമോ വെരി വെൽ, ഗ്രാസിയെ നമുക്കറിയാം താങ്ക് യു എന്നാണ് അതിൻ്റെ അർത്ഥം. Come ti chiami? Mi chiamo Maria. Come ti chiami എന്ന് പറഞ്ഞാൽ വാട്ട്സ് യുവർ നെയിം എന്നാണ് അതിൻ്റെ അർത്ഥം. മി ക്യാമോ മരിയ, അല്ലാന്നുണ്ടെങ്കിൽ മി ക്യാമോ മാർക്കോ, എന്ത് വേണമെങ്കിലും പറയാം. നമ്മളുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് മി ക്യാമോ എന്ന് ഉപയോഗിക്കുന്നത്. മി ക്യാമോ. ഇനി ഒരു പ്രായമായവരോടൊക്കെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അധികം പരിചയമില്ലാത്തവരോടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ come si chiama എന്നാണ് ചോദിക്കേണ്ടത്. Qual è il tuo cognome? Mio cognome è Paladurittil. Qual è il tuo cognome? Cognome എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നെയിം. നിന്റെ ലാസ്റ്റ് നെയിം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഇവിടെ മലയാളത്തിൽ വീട്ടുപേരെന്താണ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോലെ. കോലെ എന്ന് പറഞ്ഞിട്ട് വിച്ച്, ഏതാണ് നിന്റെ ലാസ്റ്റ് നെയിം, നിന്റെ ലാസ്റ്റ് നെയിം ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോലെ ഇൽ തുവോ കൊഞ്ഞോമെ എന്ന് പറയുന്നത്. ഇയോ കൊഞ്ഞോമെ എ. അപ്പൊ മൈ സർനെയിം ഈസ്, അല്ലെങ്കിൽ മൈ ലാസ്റ്റ് നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സർനെയിം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് നെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. കോലെ ഇൽ തുവോ ഇൻഡിരിസോ. Il mio indirizzo è. അപ്പൊ കോലെ ഇൽ തുവോ ഇൻഡിരിസോ. ഇൻഡിരിസോ എന്ന വാക്കിന്റെ അർത്ഥം അഡ്രസ്സ്. നിന്റെ അഡ്രസ്സ് എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോലെ ഇൽ തുവോ ഇൻഡിരിസോ എന്ന് ചോദിക്കുന്നത്. ഇൽ മിയോ ഇൻഡിരിസോ എ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ്, മൈ അഡ്രസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഡ്രസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിച്ചേർക്കാം. കോലെ ഇൽ തുവോ നൂമറോ ദി ടെലിഫോണോ. Il mio numero di telefono è. അപ്പൊ കോലെ ഇൽ തുവോ നൂമറോ ദി ടെലിഫോൺ, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിന്റെ ഫോൺ നമ്പർ എത്രയാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോലെ ഇൽ തുവോ നൂമറോ ദി ടെലിഫോണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇൽ മിയോ നൂമറോ ദി ടെലിഫോണോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം. കോലെ കൊളോറെ പ്രെഫറീഷി. Preferisco colore bianco. കോലെ കൊളോറെ പ്രെഫറീഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കളറാണ് നീ പ്രിഫർ ചെയ്യുന്നത്, ഏത് കളറാണ് നിനക്കിഷ്ടം. പ്രിഫറിസ്കോ ഈ കൊളോറെ ബാങ്കോ. ബാങ്കോ എനിക്കിഷ്ടം വൈറ്റ് കളറാണ്. ബാങ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ്, എനിക്ക് വൈറ്റ് കളറാണ് ഇഷ്ടം എന്ന് പറയാം. കളർ കൊളോറെ കളർ, വൈറ്റ് കളറാണ് ഇഷ്ടം എന്ന് പറയാനാണ് പ്രിഫറിസ്കോ കൊളോറെ ബാങ്കോ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇൻ്ററോഗേറ്റീവ് ആൻഡ് അഫർമേറ്റീവ് സെൻറ്റൻസസുകളാണ്. അതായത് ചോദ്യവും ആൻസറുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോയത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് നോക്കാം. ഇമ്പറേറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആജ്ഞാരൂപത്തിൽ പറയുമ്പോഴാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഇറ്റാലിയയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സ്മെത്തില. സ്മെത്തില എന്നൊരു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്മെത്തില പെർ ഫവോറെ, ദയവായി ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുമോ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സ്മെത്തില എന്ന വാക്ക് ഉപയോഗിക്കും. അതൊരു കമാൻഡാണ്. നോൺ പാർലിയാമോച്ചി. നോൺ പാർലിയാമോച്ചി എന്നിട്ട് ലെറ്റ്സ് നോട്ട് ടോക്ക്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേ വേണ്ട. നോൺ പാർലിയാമോച്ചി. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് നോൺ പാർലിയാമോച്ചി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോൺ പാർലി. നോൺ പാർലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ടോക്ക്, നീ സംസാരിക്കുന്നില്ലേ, എന്താണെന്ന് വെച്ചൊന്ന് പറയേ. നമുക്ക് കുറേ നേരം ഇൻസിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടും പറയാതെ വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരുന്നു. അപ്പോൾ നോൺ പാർലി, അങ്ങനെ നമ്മൾ ഇറിറ്റേഷനോട് കൂടി എന്താ സംസാരിക്കൂ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് നോൺ പാർലി എന്നത്. നോൺ ഫാർലോ. നോൺ ഫാർലോ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡു ഇറ്റ്, അത് ചെയ്യരുത്, അത് ചെയ്യല്ലേ. സാധാരണ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കുട്ടികളോടൊക്കെയാണ്. നോൺ ഫാർലോ, നോൺ ഫാർലോ അത് ചെയ്യല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നോൺ ഫാർലോ എന്ന് പറയുന്നത്.
ദിമ്മലോ ദിമ്മലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൽ ഇറ്റ് ടു മീ, എന്ത് സംഭവിച്ചത് പറയൂ, ദിമ്മലോ. ഇതും ഒരു കമാൻഡായിട്ട് ഉപയോഗിക്കാം. ഈ സെൻറ്റൻസുകളുടെ എല്ലാം പ്രത്യേകത നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു കമാൻഡായിട്ടും ഉപയോഗിക്കാം. എന്നാൽ കൂടുതലും ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് ഒരു കമാൻഡായിട്ട് പറയുകയാണ്. സ്മിത്തിൽ എന്നതൊക്കെ റിക്വസ്റ്റ് ആയിട്ട് പറയില്ല, കൂടുതലും ഒരു കമാൻഡായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ദിമ്മലോ നോൺ ഫാർലോ എന്നതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിക്വസ്റ്റ് എന്ന രൂപത്തിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ പഠിക്കാം. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ അത്ഭുതം കാണിക്കാൻ, ആശ്ചര്യം കാണിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കെബേലോ കെബേലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ വണ്ടർഫുൾ, ഇത് ഭംഗിയാണ് കാണാനായിട്ട്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് കെബേലോ എന്ന വാക്ക് ഉപയോഗിക്കും. കെബേലോ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. കെസ്കീഫോ 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 എന്ന് പറഞ്ഞാൽ ഹൗ ഡിസ്കസ്റ്റിംഗ്, ഇത് വെറുപ്പുളവാക്കുന്നതാണ്, അറപ്പുളവാക്കുന്നതാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കെസ്കീഫോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ കെനോയ. കെനോയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ബോറിംഗ്, ബോറടിപ്പിച്ച് കൊല്ലുകയാണ് എന്നൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ പറയും. അതിന് വേണ്ടിയിട്ടാണ് കെനോയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കെക്കാവുളോ കെക്കാവുളോ എന്ന് വാട്ട് ദ ഹെൽ. കെക്കാവുളോ നമ്മൾ സ്തനിയറികൾ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അതൊരു നല്ല എക്സ്പ്രഷൻ അല്ല എന്നാണ് ഞാൻ ഇറ്റലിയിൽ വെച്ച് പറഞ്ഞു കേട്ടേക്കണത്. നമ്മളാരും ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ലേ പീപ്പിൾ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കെക്കാവുളോ എന്ന് പറഞ്ഞാൽ വാട്ട് ദ ഹെൽ. കെപ്പെക്കാത്തോ കെപ്പെക്കാത്തോ എന്ന് പറഞ്ഞാൽ വാട്ട് എ പിറ്റി, ഓ കഷ്ടമായി പോയി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കെപ്പെക്കാത്തോ എന്ന് പറയും. നിയാങ്കെ പെർസോനോ നിയാങ്കെ പെർസോനോ എന്ന് പറഞ്ഞാൽ നോ വേ, രക്ഷയില്ല എന്ന് പറയും. നിയാങ്കെ പെർസോനോ നിയാങ്കെ പെർസോനോ. നെക്സ്റ്റ് വൺ ബെയാത്തോത്തെ. ബെയാത്തോത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കി യു, ബെയാത്തോത്തെ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മസ്കിയിലെ മെയിലിനാണ് ബെയാത്തോ, ഓയിൽ അവസാനിക്കുന്നു. അതേസമയം ഫീമെയിൽ ആണെങ്കിൽ ബെയാത്ത, ആയിലാണ് അവസാനിക്കേണ്ടത്. ബെയാത്ത തെ, ലക്കി യു. ബെയാത്തോത്തെ മസ്കിയിലെ, ബെയാത്തത്തെ ഫീമെയിൽ ഫെമിനിയിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കി യു. ഇനി മെനുമാലെ. മെനുമാലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക് ഗുഡ്നെസ്, ഓ നന്നായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മെനുമാലെ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സു കൊറാജോ. സു കൊറാജോ എന്നിട്ട് കമോൺ. ആരെങ്കിലുമൊക്കെ ഇത്തിരി ഫെഡപ്പ് ആയിട്ട് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുന്നത് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഇതായി സു കൊറാജോ ഇങ്ങനെ പറയാറുണ്ട്. സു കൊറാജോ. ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്ലാസ് ഒത്തിരി ലോങ് ആകുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ പഠിപ്പിക്കാം. ഇപ്പം ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.